പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുവാൻ ലദാസനൊരവസരം കൂടെ തന്ന എൻ്റെ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം ഭീകരമായ പോരാട്ടം. മനുഷ്യജീവിതത്തിൽ ഭീകരമായ പോരാട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവൻ സംരക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഈ ഭൂമിയിൽ ഉള്ള ദേവീ ദേവന്മാർക്ക് മനുഷ്യൻ്റെ പ്രാണൻ രക്ഷിക്കുവാൻ കഴിവുള്ളവരല്ല. കഴിഞ്ഞ ദിവസം അൽഫോൺസായമ്മ എന്ന ദേവിയുടെ കബറിടത്തിൽ കുർബാന അർപ്പിച്ചുവെന്ന് മനോരമയിൽ നമ്മൾ കേട്ടിരുന്നല്ലോ. പുരോഹിതൻ കുർബാന അർപ്പിച്ചു അൽഫോൺസാമ്മ എന്ന ദേവിയുടെ കബറിടത്തിങ്കൽ. വചനപ്രകാരം മരിച്ച ദേവികൾക്ക് അർപ്പിക്കാനുള്ളതല്ല കുർബാന. മരിച്ചവർക്ക് മനുഷ്യജീവനെ രക്ഷിക്കുവാൻ കഴിയുമോ? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വചനം പറയുന്നത്? വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരു മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ യേശുവിനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ? അപ്പോസ്തലപ്രവൃത്തികൾ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകിയിട്ടില്ല. പാപനിമിത്തം വഴിവിട്ടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയ യേശുവിന് മാത്രമേ വരാൻ പോകുന്ന ഭീകരമായ പോരാട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. യേശു ഒരു മതത്തിൻ്റെ ആളല്ല. സകല മനുഷ്യരെയും രക്ഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ ഇന്നും ജനം രക്ഷപ്പെടാതെ എന്തുകൊണ്ടാണ് കിടക്കുന്നത്? യേശുവിൽ വിശ്വസിച്ചവർ പോലും രക്ഷപ്പെടാതെ പലപ്പോഴും ആയുസ്സിന് മധ്യേ തകർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് കാരണം? കർത്താവ് എങ്ങനെ ജീവിക്കണമെന്ന് ഗിരിപ്രഭാഷണത്തിൽ കൂടി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. കർത്താവ് പഠിപ്പിച്ചതും ഇന്നത്തെ ഉപദേശവും തമ്മിൽ ഒരു ബന്ധമില്ലാതെ പോകുന്നതിനാൽ ജനത്തിന് നന്മ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. പ്രിയരെ, കർത്താവ് പഠിപ്പിച്ചതും ഉപദേശിച്ചതുമായ വചനപ്രകാരമല്ല ഇന്നത്തെ ആത്മീയഗോളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അന്യഭാഷാ പ്രവചനം, ഈ രണ്ട് കാര്യത്തിനാണ് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടിരുന്നു, കൃപാവരങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് തരുന്നതാണെന്ന്. കൃപാവരങ്ങൾ നമ്മൾ വിശ്വാസത്തോടെ വചനപ്രകാരം വേല ചെയ്തില്ലെങ്കിൽ അത് മാറിപ്പോകുന്നതാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടിരുന്നല്ലോ. പൈശാചിക ശക്തി നമ്മിൽ പ്രവേശിച്ച് ദൈവീയ പ്രവൃത്തിയാണെന്ന് കാഴ്ചക്കാരിൽ ഉളവാക്കാൻ സാത്താൻ നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടിരുന്നല്ലോ. ഇങ്ങനെയുള്ളവരെയാണ് മത്തായി 7:22 ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല എന്ന് വചനത്തിൽ കൂടി നമ്മൾ കേട്ടിരുന്നല്ലോ. എന്നാൽ ആത്മാവിൻ്റെ ഫലം ഉള്ളവർ ദൈവീയ ഉപദേശത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പൂർണ്ണമായി അനുഭവിപ്പാൻ ഇടയായി തീരുമെന്ന് വ്യക്തമായി വചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ
അതിന് ചില വ്യവസ്ഥകളുണ്ട് വചനപ്രകാരം. മത്തായിയുടെ സുവിശേഷം 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ആത്മാവിൽ ദരിദ്രരാകുക എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയപ്പെടണമെങ്കിൽ ആ പഴയ പാപ സ്വഭാവം പൂർണ്ണമായി നീക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയപ്പെടണമെങ്കിൽ നമ്മുടെ പഴയ പാപ സ്വഭാവത്തെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പരിപൂർണമായി നീക്കി യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം പൂർണ്ണമായി അംഗീകരിച്ച് കഴിഞ്ഞാൽ പഴയ സാത്താൻ്റെ സ്വഭാവം ഉപേക്ഷിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ നന്മകൾ നമുക്ക് അനുഭവിപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആത്മാവിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകണമെന്ന്. ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണമെങ്കിൽ, പഴയ സ്വഭാവം മാറണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം, ഞാൻ നല്ലതാകണം, എനിക്ക് നന്മ അനുഭവിക്കണം, ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കണം. നമ്മൾ സ്വയം തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, ഏത് വിഷയത്തിന് വേണ്ടിയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമല്ലോ. നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്തിന് കീഴടങ്ങി ജീവിക്കുമ്പോൾ സാത്താൻ്റെ ശക്തി നമ്മിൽ നിന്ന് പതുക്കെ പതുക്കെ അത് നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കി ആ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളെ സ്വയം മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ? മദ്യപാനം, വ്യഭിചാരം, കള്ളത്തരം, ഏതൊക്കെ പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നു, അതിനെ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. യെശയ്യാവ് 57:15 പറയുന്നു, അനുതാപമുള്ള ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നുവെന്നാണ്. അനുതാപമുള്ള ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചനത്തിൽ കൂടി പറയുകയാണ്. ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മടങ്ങി വരുന്നവർക്കാണ് ദൈവം വാഗ്ദത്തം ചെയ്ത നന്മകൾ അനുഭവിക്കുവാൻ കഴിയുന്നത്. അവരുടെ മേലുള്ള സകല തടസ്സങ്ങളും അസമയം കർത്താവ് മാറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് 42:2 ഇങ്ങനെ പറയുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിയാതെ പലതും പറഞ്ഞുപോയി, അസാധ്യമായി ഒന്നും ദൈവത്തിനില്ല എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മടങ്ങി വന്നാൽ ഈ ദിവസങ്ങളിൽ 30, 60, 100 മേനിയായി നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. പലരും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് നല്ലതായി മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് പലർക്കും നന്മ അനുഭവിപ്പാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യനെ പൂർണ്ണമായും സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രിയരെ, മത്തായിയുടെ സുവിശേഷം 5:10 ഇങ്ങനെ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ പാർക്കുന്നത് പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും യേശുവിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെയും നടുവിലാണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഉപദ്രവം സഹിക്കുന്നത് നമ്മുടെ ചീത്ത സ്വഭാവം കൊണ്ടായിരിക്കരുത്. സുവിശേഷവേല നിമിത്തം പല പീഡകൾ വരുമ്പോൾ സഹിച്ചു നിൽക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് വചനത്തിൽ പറയുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയായി ഒരു യഥാർത്ഥ വിശ്വാസി നിലനിൽക്കണമെങ്കിൽ സഹനശക്തി ഒത്തിരി ആവശ്യമാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയായി ജീവിക്കണമെങ്കിൽ സഹനശക്തി കൊണ്ട് മാത്രമേ നിൽക്കുവാൻ കഴിയുള്ളൂ. യോശുവ 1:5 പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നാണ്. ജീവിതത്തിൽ പോരാട്ടങ്ങൾ നേരിടുമ്പോൾ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. അവൻ നമ്മെ ജയോത്സവമായി വഴി നടത്തുമെന്ന
വിശ്വാസത്തോടെ പിന്മാറാതെ ഉറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നാളും യേശു നമ്മളെ കൈവിടുകയില്ല. സുവിശേഷവേല നിമിത്തം പീഡകൾ വരുമ്പോൾ സഹിച്ചു നിൽക്കുവാൻ എന്നവർ ഭാഗ്യവാന്മാർ. അവർ എപ്പോഴും എന്നെ ഒരു നാളും കൈവിടാത്ത യേശു സ്വർഗത്തിലുണ്ടെന്നുള്ള ആ വിശ്വാസം അവർക്കുണ്ട്. നമ്മൾ ഒരു ഘട്ടത്തിൽ അകപ്പെടുമ്പോൾ നമ്മളെ കരുതുന്ന കർത്താവ് കൂടെ ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അങ്ങനെ നീതിക്ക് വേണ്ടി പീഡനം അനുഭവിച്ച് സത്യത്തിൽ നിന്ന് വേണ്ടി പോരാടി ജയിക്കുന്നവരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. നീതിക്ക് വേണ്ടി പീഡനം അനുഭവിച്ച് നീതിക്ക് വേണ്ടി സഹിച്ചു നിന്ന് സത്യത്തിന് വേണ്ടി വിശ്വാസത്തോടെ പോരാടി നിൽക്കുന്നവരാണ് ഈ ഭൂമിയിൽ 100 മടങ്ങ് അനുഗ്രഹം പ്രാപിക്കുന്നതെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തരായിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം, ആഗ്രഹിക്കണം. ഉദാഹരണം, മറ്റുള്ളവർ വാളെടുക്കുമ്പോൾ നമ്മൾ വചനമെന്ന വാൾ കയ്യിൽ പിടിച്ചുകൊണ്ട് സഹനശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ ലോകത്തിൻ്റെ വാളെടുക്കുമ്പോൾ വചനമെന്ന വാളായിരിക്കണം നമ്മുടെ കയ്യിലുണ്ടാകേണ്ടത്. ആത്മീയത്തിൽ വളരണമെങ്കിൽ അന്യഭാഷ സംസാരിക്കുമ്പോൾ മാത്രമാണ് എന്ന് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് അനേകരും തകർന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ വിശ്വാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. കർത്താവ് നമ്മളോട് വ്യക്തമായി എന്താണ് പറഞ്ഞത്? വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. നമ്മൾ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തന്ന അഭിഷേകം നമ്മൾ ആവശ്യ സമയങ്ങളിൽ എടുത്തുപയോഗിക്കുവാൻ കൃപ പ്രാപിക്കണം. പ്രിയരെ, എത്ര വലിയ ശത്രു മുന്നിൽ നിന്നാലും തേനീച്ച പോലെ 4 സൈഡിൽ കൂടെ നമ്മുടെ നേരെ ശത്രു വന്നാലും നീതിയോടെ നിൽക്കുന്നവർ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കും. പിശാച് നിശ്ചയമായിട്ടും പരാജയപ്പെടുക തന്നെ ചെയ്യും. ആത്മീയത്തിൽ വളരുന്നവർ സ്ഥിരതയുള്ളവരായിരിക്കണം. പോരാട്ടങ്ങൾ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും തേനീച്ച പോലെ 4 സൈഡിൽ കൂടെ പോരാട്ടങ്ങൾ വന്നാലും സ്ഥിരതയോടെ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ് ദൈവമക്കൾ. വിശ്വാസത്തിൽ പിന്മാറാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ശ്രമിക്കുന്നവരാണ് ദൈവമക്കളെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ യേശു പറയുന്നു, യെശയ്യാവ് 65:19-20 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കരച്ചിലും നിലവിളിയും ഇനിയും അതിൽ കേൾക്കുകയില്ല. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ്സ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. അവിടെ ഇനി ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകുമെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. ദൈവമക്കൾ ദീർഘകാലം ജീവിച്ച് അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ച് മരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. ആയുസ്സ് തികയാതെ ദൈവമക്കൾ മരിക്കാൻ ആഗ്രഹിക്കരുത്. എന്നെ ദൈവം എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തോ ആ ദൗത്യം പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോവുകയുള്ളൂ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസത്തോടെ നിൽക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ദുഃഖവും വേദനയും മാറിപ്പോട്ടെ, എൻ്റെ വീട്ടിൽ കരച്ചിലും നിലവിളിയും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം. ആയുസ്സിന് മധ്യേ ഞങ്ങളിൽ ഒന്നും തകർന്നു പോകാൻ ദൈവമേ സമ്മതിക്കരുത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. പാപമോചനം ലഭിച്ചവർ യഹോവയുടെ അനുഗ്രഹം അനുഭവിക്കും. വേദനയും
ദുഃഖവും ഭവനത്തിൽ കേൾക്കുകയില്ല എന്ന് നമ്മൾ മുമ്പ് വചനത്തിൽ കൂടി കേട്ടല്ലോ. നമ്മൾ പാപമോചനം പ്രാപിച്ചവരാണ്. ആ പാപമോചനം പ്രാപിച്ചവർ, ശാപം മാറിയവർ അനുഗ്രഹം അനുഭവിക്കണം, ദീർഘായുസ്സോടെ ഇരിക്കണം. അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ യേശുവിനെ സ്വീകരിച്ച, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ തടയാൻ പിശാചിന് കാരണം നമ്മൾ ഉണ്ടാക്കരുത്, കൊടുക്കരുത് എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ യേശുവിനെ ഒരിക്കൽ സ്വീകരിച്ചതാണ്. ആ പിശാചിന് ഇനിയും നമ്മളുടെ പ്രാർത്ഥനയെ, നമ്മുടെ നന്മയ്ക്ക് തടസ്സം നിൽക്കുവാൻ നമ്മളായിട്ടൊരവസരം ഒരിക്കലും ഒരുക്കി കൊടുക്കരുത്. അതുകൊണ്ട് നീതിയോടെ ആത്മാവിൻ്റെ ഫലം നമ്മളിലുണ്ടായി വിശ്വാസത്തോടെ ആത്മീയഗോളത്തിൽ ഉറച്ചു നിൽക്കണം. എന്തെല്ലാം ഭീകരമായ പോരാട്ടങ്ങൾ വന്നാലും നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ ഏക രക്ഷാമാർഗം കർത്താവായ യേശുവാണ്. എന്തെല്ലാം ഭീകരമായ പോരാട്ടങ്ങൾ ഇനിയും വരട്ടെ, എന്തെല്ലാം പകർച്ചവ്യാധികൾ, പ്രളയം, എന്തൊക്കെ വരട്ടെ, നമ്മളെ പരിപൂർണമായി സംരക്ഷിക്കാൻ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ ഏക രക്ഷാമാർഗം അത് കർത്താവായ യേശുവാണ്. നമ്മുടെ പാപത്തിന് ക്രിസ്തു കൊടുത്ത വിലയാണ് അതിന് പരിഹാരമെന്ന് പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ യേശുവിൽ വിശ്വസിക്കുന്നവരെ പരിപൂർണമായി സംരക്ഷിക്കുവാൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പറയുന്നു. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 65:2 പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. നമ്മുടെ കർത്താവിൻ്റെ വലിയ കൃപയാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന നിശ്ചയമായും കേൾക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 55:17 വാക്യത്തിൽ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. വലിയ ഭീകരമായ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന ആ യേശുവിനടുക്കൽ ചെന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പരിപൂർണമായി നമ്മുടെ പ്രാണനെ, നമ്മുടെ ജീവനെ രക്ഷിക്കുവാൻ യേശു കർത്താവിന് കഴിയും. ശത്രുവിൻ്റെ എണ്ണം വളരെ അധികം പെരുകട്ടെ. എത്ര അധികം പെരുകിയാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യേശു കർത്താവ് മറുപടി നിശ്ചയമായിട്ടും തരും. നമ്മുടെ ഭാരങ്ങളെ മാറ്റുവാൻ കർത്താവായ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. വ്യക്തമായി കർത്താവ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ്. ഒരു മനുഷ്യനെ പരിപൂർണമായി സംരക്ഷിക്കുവാൻ, മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിനല്ലാതെ വേറെ ആർക്കും കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല പ്രിയരെ. രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയ യേശുവിനെ നമ്മൾ പരിപൂർണമായി വിശ്വസിക്കുക. ഏത് ഭീകരമായ പോരാട്ടം വന്നാലും നമ്മളെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത്. അവൻ നമ്മുടെ ജീവൻ സംരക്ഷിക്കുവാൻ യേശുവിന് പരിപൂർണമായി കഴിയും. നമ്മൾ വിശ്വാസത്തോടെ വചനപ്രകാരം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. കർത്താവ് ഒരു നാളും നമ്മളെ കൈവിടുകയില്ല, നമ്മളെ ഉപേക്ഷിക്കുകയില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ പഴയ പാപ സ്വഭാവത്തെ നമ്മൾ മാറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിർമ്മലമായ ഒരു ഹൃദയം തരുവാൻ നമ്മൾ ആഗ്രഹിക്കണം. പഴയ സ്വഭാവം മാറി നീതി നിമിത്തം ഉപദ്രവം സഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയോടുകൂടി, വിശ്വാസത്തോടുകൂടി, സഹനശക്തിയോടുകൂടി ഈ ഭൂമിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുക. നമ്മളെ പരിപൂർണമായി യേശു കർത്താവ് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. എപ്പോഴും നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമുണ്ടാകുവാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവർ വാളെടുക്കുന്നത് പോലെ വാളെടുക്കാതെ നീതിക്ക് വേണ്ടി പീഡനം അനുഭവിച്ച് സത്യത്തിന് വേണ്ടി പോരാടി നിൽക്കുന്നവരായിരിക്കട്ടെ ദൈവമക്കൾ. നമ്മളുടെ നേരെ എന്തെല്ലാം പോരാട്ടങ്ങൾ പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ യേശു കർത്താവ് നമ്മളോട് കൂടെയിരിക്കും. ഒരിക്കൽ കൂടി കർത്താവ് യെശയ്യാവ് 65:19-20 പറഞ്ഞതിൽ ഒരിക്കൽ കൂടി കേൾക്കുക, കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. ദൈവമക്കളുടെ ഭവനത്തിൽ കരച്ചിലും മാറിപ്പോട്ടെ, നിലവിളി മാറിപ്പോട്ടെ.
ഞങ്ങൾ ഒരു വീട് വെച്ചാൽ ആ വീട്ടിൽ ഞങ്ങൾ പാർക്കും. ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ അനേകർ ഭവനങ്ങൾ പണിത് അത് ശൂന്യതയായി കിടക്കുമ്പോൾ കർത്താവിനെ വിശ്വസിക്കുന്ന മക്കളെ, ദൈവവചനം നമ്മൾ പരിപൂർണമായി യേശുവിൽ വിശ്വസിക്കുക. ഞാൻ നട്ടാൽ ഞാൻ നടുക, മറ്റൊരു തിന്നുക എന്ന് വരികയില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ അധ്വാനിച്ചെങ്കിൽ നമ്മുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും. നമ്മുടെ തലമുറ നമുക്കൊരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ തലമുറ നമുക്ക് എന്നും ഒരു അനുഗ്രഹമായിരിക്കും. തലമുറയ്ക്ക് വേണ്ടി എന്നും വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണം. 1 പത്രോസ് 5:7 നമുക്കറിയാമല്ലോ. അവൻ നമ്മൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഈ വചനങ്ങളാൽ കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.